ഹലോ. മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് 2025-26 ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ പെൺകുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക. അഥവാ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാർസീസ് വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് മാത്രം. ഡിഗ്രി, PG, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് 5000 രൂപയും PG വിദ്യാർത്ഥികൾക്ക് 6000 രൂപയും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് 7000 രൂപയും ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ഇനത്തിലേക്ക് 13000 രൂപയുമാണ് സർക്കാർ സ്കോളർഷിപ്പ് ഇനത്തിലേക്ക് നീക്കിവച്ചിരിക്കുന്നത്. ആർക്കൊക്കെ ഈ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം? എന്തൊക്കെയാണ് ഇതിൻ്റെ യോഗ്യത? ഒന്ന്, ന്യൂനപക്ഷ വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. യോഗ്യതാ പരീക്ഷയിൽ 50% കൂടുതൽ മാർക്ക് നിർബന്ധമായും നേടിയിരിക്കണം. സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ മെറിറ്റ് കോട്ടയിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. BPL വിഭാഗങ്ങൾക്ക് മുൻഗണന ഉണ്ടെങ്കിലും അവരുടെ അഭാവത്തിൽ 8 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള APL വിഭാഗത്തെയും പരിഗണിക്കാവുന്നതാണ്. അപേക്ഷ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. www.mwdscholarship.kerala.gov.in എന്ന പുതിയ വെബ്സൈറ്റിലൂടെയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് സ്വന്തമായോ അതല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്കോളർഷിപ്പ് വെബ്സൈറ്റിലൂടെ ഇങ്ങനെ ഒരു വിൻഡോ കാണാവുന്നതാണ്. അവിടെ വലതുഭാഗത്ത് മുകളിൽ ആദ്യം രജിസ്റ്റർ/ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആദ്യമായി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് വിദ്യാർത്ഥികൾ തങ്ങളുടെ പേര് തെറ്റാതെ എൻ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ വിദ്യാർത്ഥികൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. മുകളിൽ കൊടുത്ത അതേ പാസ്വേഡ് തെറ്റാതെ ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ രജിസ്റ്റർ എന്ന് പറയുന്ന മഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാകുന്നതാണ്. അതിനുശേഷം വലതുഭാഗത്ത് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്ത് ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തുടർന്നുള്ള വിവരങ്ങളെല്ലാം, സ്കോളർഷിപ്പിന് ആവശ്യമായുള്ള വിവരങ്ങളെല്ലാം നൽകാവുന്നതാണ്. ഇമെയിൽ ID, യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഇമെയിൽ ID ആണ്. അതിനുശേഷം പാസ്വേഡ്, നേരത്തെ ക്രിയേറ്റ് ചെയ്തുള്ള പാസ്വേഡ് തെറ്റാതെ എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്ത് ലോഗിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായി തന്നെ സ്കോളർഷിപ്പ് സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ടും ബന്ധപ്പെട്ട രേഖകൾ നിർബന്ധമായും കോളേജ് പ്രിൻസിപ്പളിന് നേരിട്ട് ഏൽപ്പിക്കേണ്ടതാണ്. എന്തെല്ലാം ഡോക്യുമെൻസുകളാണ് കോളേജ് പ്രിൻസിപ്പളിന് നേരിട്ട് വിദ്യാർത്ഥികൾ ഏൽപ്പിക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊന്ന്, ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട്. നമ്പർ 2, കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ്. നമ്പർ 3, അലോട്ട്മെൻറ്റ് മെമ്മോ. നമ്പർ 4, കോപ്പി ഓഫ് ബാങ്ക് പാസ്ബുക്ക്. നമ്പർ 5, കോപ്പി ഓഫ് ആധാർ കാർഡ്. നമ്പർ 6, കോപ്പി ഓഫ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. നമ്പർ 7, കോപ്പി ഓഫ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. നമ്പർ 8, കോപ്പി ഓഫ് ഇൻകം സർട്ടിഫിക്കറ്റ്. നമ്പർ 9, കോപ്പി ഓഫ് റേഷൻ കാർഡ്. നമ്പർ 10, സർട്ടിഫിക്കറ്റ് ഫ്രം പ്രിൻസിപ്പൽ ഓൺലി ഫോർ ഹോസ്റ്റലേഴ്സ്. ഹോസ്റ്റൽ വിദ്യാർത്ഥികളാണെങ്കിൽ, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റും കൂടിയും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നേരിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും, ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ ഈ പറയപ്പെടുന്ന എല്ലാ രേഖകളും നേരിട്ട് പഠിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പളിന് നേരിട്ട്, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന് നേരിട്ട് തന്നെ നൽകണമെന്ന് അറിയിക്കുന്നു. ഏതായാലും അർഹരായ വിദ്യാർത്ഥികൾ, താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും 2026 ജനുവരി 9 നിർബന്ധമായും ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഈ അവസരം പരമാവധി ന്യൂനപക്ഷ വിഭാഗത്തിലെ പെൺകുട്ടികൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത്
അപേക്ഷ പുതുക്കി നൽകാൻ അഥവാ റിന്യൂവലിനുള്ള അവസരവും ഇപ്പോഴുണ്ട്. അതും വിദ്യാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് അപേക്ഷയുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ വായിച്ചു നോക്കണം. ഇതാണ് ഗൈഡ് ലൈൻസ് ഫോർ CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് 2025-26 ന്യൂ. പുതുതായിട്ട് അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ചതിൻ്റെ ശേഷം മാത്രമേ അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കാവൂ. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥിയും വളരെ കൃത്യമായി ഈ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.